എന്താ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? വല്ലാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് പോലെയാണ് കാണാനായി സാധിക്കുന്നത്. മുഖത്ത് ഒരു തെളിച്ചവും ഇല്ലാത്ത അവസ്ഥ. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് എന്തൊക്കെയോ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് വളരെയേറെ വിഷമിക്കുകയാണ്. ശരി, മനസ്സിലാക്കൂ ഒരു കാര്യം. കാലത്തിൻ്റെ പോക്കാണ്. ഓരോരോ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആരും ഇന്നത്തെ കാലത്ത് പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തരാവുകയില്ല. പക്ഷേ ഒന്നുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റവുമുണ്ട്. ആ ഒരു ഇരുട്ട് മാഞ്ഞു പോകാൻ സമയമായി എന്ന് തോന്നുമ്പോഴാണ് ചില പുണ്യമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളിപ്പോൾ വരാഹി ദേവിയെക്കുറിച്ച് ചിന്തിച്ചില്ലേ? അതായത് ഇന്നലെ രാത്രിക്ക് ശേഷം അല്ലെങ്കിൽ ഇന്ന് ഈ പ്രഭാതമായ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സിലൂടെയെങ്കിലും വരാഹി ദേവിയെക്കുറിച്ചുള്ള ഒരു ചിന്ത പോയെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ കഷ്ടകാലം തീരാൻ സമയമായതുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലം തീരുന്നു എന്ന അമ്മ മഹാമായ പരാശക്തി ആ ഒരു ചിന്തയിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിവായി എത്തിച്ചതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ദേവി വരാഹി എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരിയൊന്നും അല്ല ആള്. അതായത് ചില്ലറക്കാരിയല്ല എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെ. സാക്ഷാൽ മഹാമായയുടെ സൈന്യാധിപയാണ് ദേവി വരാഹി. സർവ വിഘ്നങ്ങളെയും പന്നിമുഖം കൊണ്ട് ഉഴുതുമറിച്ച്, പന്നിയുടെ ആ ഒരു പന്നിമുഖം കൊണ്ട് ഉഴുതുമറിച്ച് ഭക്തർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിനുള്ള വഴി ഒരുക്കിയെടുക്കുന്നവളാണ് ആ പരാശക്തി, അമ്മ മഹാമായ. നമ്മൾ ഒട്ടുമിക്ക ആളുകളും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? ശരിയല്ലേ? ആ ഒരു പന്നിമുഖം, ആ പന്നിമുഖം കൊണ്ട് നമുക്ക് ഭക്തജനങ്ങൾക്കുള്ള വഴി ഒരുക്കി തരികയാണ് അമ്മ. എല്ലാ വിഘ്നങ്ങളെയും ഉഴുതു മറിച്ച്, സാധാരണ ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് പന്നിയുടെ ആ ഒരു ശീലം എന്തൊക്കെയെന്ന് പറഞ്ഞതുപോലെ ആ ഒരു അമ്മ, നമ്മൾ മഹാമായ അമ്മ പരാശക്തി നമുക്കുള്ള പാത ഒരുക്കി തരികയാണ്. നിനക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്, എന്നോട് പറയൂ എന്ന രീതിയിൽ ആ നമ്മൾ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അമ്മ നമുക്ക് ആ ബുദ്ധിമുട്ടുകളെ ഉന്മൂലനാശം വരുത്തി തരികയാണ്. അതായത് എത്ര പണിയെടുത്താലും കയ്യിൽ കാശ് നിൽക്കാത്തൊരവസ്ഥയാണ് ഒട്ടുമിക്ക ആളുകളോട്. ഒരു 10 പേരെ എടുത്താൽ ഒരു 8 പേർക്കും പറയാനുള്ള ഏതാ, ജോലി ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ വെറുതെ കുത്തിയിരിക്കുകയല്ല, പക്ഷെ എൻ്റെ കയ്യിലോട്ട് ധനം നിൽക്കുന്നില്ല. വീടിൻ്റെ ഉള്ളിൽ കയറിയ സമാധാനമില്ല, വീട്ടിലോട്ട് ജോലി കഴിഞ്ഞ് വന്ന് കയറി കഴിയുമ്പോൾ സമാധാനമില്ല, ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകാനാണ് തോന്നുന്നത്. വല്ലാത്തൊരു വീർപ്പുമുട്ടല്. ചെറിയ കാര്യത്തിന് പോലും അങ്ങ് ദേഷ്യം വരിക. കൊച്ചുങ്ങളോടൊന്നല്ല, ഭാര്യയോടായാലും ഭർത്താവിനോടായാലും ആരോടൊന്നും ഇല്ല ദേഷ്യം വരിക. ശരീരത്തിന് ഒരു അസുഖമില്ല എങ്കിൽ പോലും സദാ നേരവും അങ്ങ് തളർച്ച. കിടക്കണമെന്നുണ്ട്, പക്ഷെ കിടക്കാൻ ചെന്നാലോ എഴുന്നേറ്റിരുന്നാലോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന്, അങ്ങനെ പല പല ചിന്തകൾ. ഇതൊക്കെ നമ്മുടെ ദോഷകാലത്തിന്റെ ലക്ഷണങ്ങളാണ് എന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ ദോഷകാലം മാറണം. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ ദേവി വരാഹി ചില വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്. അത് വിശ്വാസത്തോടെ വേണം നിങ്ങളിത് കേൾക്കുവാനായിട്ട്. ഒരു നിസ്സാരമായി കേൾക്കുന്നവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കുക, വിശ്വാസത്തോടെ കേൾക്കൂ, തമാശയോടുകൂടി കേൾക്കാതിരിക്കുക, അങ്ങനെയുള്ള കമന്റുകളും ചെയ്യാതിരിക്കുക ദൈവത്തെ ഓർത്ത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ദേവിക്ക് പ്രിയപ്പെട്ട വഴിപാടിനെ കുറിച്ചാണ്. അതായത് വരാഹി ദേവിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാവോ? ഉഴുന്നോടെയാണ്. ഇത് വെറുമൊരു പലഹാരമല്ല, ദേവിയുടെ കരുത്തിനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു വഴി കൂടിയാണ്. എല്ലാ മാസവും പൗർണമി കഴിഞ്ഞു വരുന്ന 5-ാം ദിവസം, അതായത് പഞ്ചമി തിഥി, അന്നാണ് ഈ വഴിപാട് കഴിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വരാഹി ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്യാവുന്നതാണ്. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ വീട്ടിൽ ദേവിയുടെ ഒരു ചിത്രം വെച്ച് അതിനു മുന്നിൽ ചുവന്ന പുഷ്പങ്ങളൊക്കെ ഗൃഹത്തിലുണ്ടാകുമല്ലോ, അത് അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചുവന്ന തെച്ചിപ്പൂവോ അതല്ലെങ്കിൽ ചെമ്പരത്തിയോ ആയാലും അത്യുത്തമമാണ്. ഇതൊക്കെ വളരെ ഉത്തമമായ പുഷ്പമാണ്. അപ്പോൾ ചുവന്ന പുഷ്പം നമുക്ക് വേണം. അതിൽ ഏറ്റവും ഉത്തമമായി ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ ചെമ്പരത്തി തന്നെയാണ്. അപ്പോൾ കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നവർക്ക് ഇത് വലിയൊരു ഔഷധമാണ്. ഈ ഒരു പ്രാർത്ഥന, അതായത് പണമില്ലാതെ വലയുമ്പോൾ വരാഹി അമ്മ നമുക്കൊരു വഴി തുറന്നു തരും. പല ആളുകൾക്കും ഇതിന്റെ അനുഭവം ഉള്ളതാണ്. തീർച്ചയല്ലേ? ഈ പറഞ്ഞ സത്യം തന്നെയല്ലേ? മന്ത്രം ചൊല്ലുമ്പോൾ
മനസ്സിനെ ഏകാഗ്രമാക്കി വേണം മന്ത്രം ചൊല്ലാനായിട്ട്. വരാഹി അമ്മയുടെ മാത്രമെന്നല്ല, ഏത് ദൈവങ്ങളുടെ മന്ത്രവും ചൊല്ലിയാൽ മാത്രമേ നമ്മൾ ഊഴം പോക്കം ചെയ്യുകയല്ല. അതായത് എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, ഫലം കിട്ടിയോ ഇല്ല, കിട്ടിയില്ല എന്ന് പറയാനായിരിക്കും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് എന്തുകൊണ്ടത് കിട്ടുന്നില്ല? ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യമാകാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ അതിനെ ഒരു പൂർണ്ണമായ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല എന്നേ ഇവിടെ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വരാഹി ദേവിയുടെ മന്ത്രമാണെങ്കിലും ഏത് ദേവി ദേവന്മാരുടെ മന്ത്രമാണെങ്കിലും പൂർണ്ണ മനസ്സുകൊണ്ട് വേണം നിങ്ങൾ അത് ജപിക്കാനായിട്ട്. അപ്പം ഓം ക്ലീം വരാഹി നമ, ഇത് വെറും അക്ഷരങ്ങളല്ല, ഇതൊരു കവചമാണെന്നത് കൂടി മനസ്സിലാക്കുക. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി അതിനുശേഷം വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് വേണം ജപിക്കുവാനായിട്ട്. ഒരു ഒറ്റ ഇരിപ്പിന് 108 തവണ ഇത് ജപിക്കണം. നിങ്ങൾക്ക് ചുറ്റും വല്ലാത്തൊരു നെഗറ്റീവ് ഊർജ്ജം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഊർജ്ജത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പമ്പ കടത്തുവാൻ ഈ ഒരു മന്ത്രത്തിന് സാധിക്കും. നിങ്ങളെ ആരെങ്കിലും ദ്രോഹിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കണ്ണീർ ദൃഷ്ടിദോഷം നിങ്ങളുടെ മേൽ പതിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം ആ ദോഷങ്ങളെ ഒക്കെയും തകർത്തെറിയും. വായുപുത്രനായ ഹനുമാനെ പോലെ വരാഹി ദേവി ഭക്തരുടെ മുന്നിൽ കാവലായി എപ്പോഴും തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അന്നദാനം. അതായത് നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, വിശക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ വിശക്കുന്നവൻ്റെ വയറ് നിറയുമ്പോൾ കിട്ടുന്ന അവൻ്റെ മനസ്സ് നിറഞ്ഞുള്ള ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഫലം കിട്ടുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം, നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം കുറച്ച് പേർക്കെങ്കിലും അന്നം നൽകാൻ സാധിക്കുന്നത് വലിയ പുണ്യമാണ്. അതിൽ മധുരം നിർബന്ധമാണ് കേട്ടോ, അതുകൂടി മനസ്സിലാക്കണം. അന്നം കൊടുക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് അല്പം മധുരം എന്തെങ്കിലും, ഒരു മുട്ടായി ആയാലും വെച്ചാൽ മതി, ഒരു ഇല പങ്ക് ആർക്കെങ്കിലുമൊക്കെ ആഹാരം നിങ്ങളുടെ കൈകൊണ്ട്, വീട്ടിൽ വരുന്ന ആൾക്കായാലും അല്ലെങ്കിൽ പുറത്ത് ക്ഷേത്രത്തിൽ പോയി അന്നദാനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. പായസമോ മറ്റോ വെച്ച് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി ഈ കുടുംബത്തിൽ ഇപ്പോൾ കാണുന്ന വിധത്തിലുള്ള എല്ലാ പൊരുത്തക്കേടും ഉണ്ടല്ലോ, ഇതൊക്കെ മാറുന്നതിന് അന്നദാനം നൽകുന്നത് വഴി സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഗൃഹത്തിലേക്ക് ഒരു അതിഥി വരുമ്പോൾ ആ അതിഥിയെ എന്തെങ്കിലും തൽക്കാലം നടത്തണമെന്നോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്തേ പറഞ്ഞു വിടാവൂ എന്നതാണ് നമ്മുടെ ഒരു രീതി. അതാണ് നമ്മൾ പറയാറുണ്ടല്ലോ. കാരണം നമുക്കറിയാം ഏത് ഭാവത്തിലാണ്, ഏത് രൂപത്തിലാണ് ദൈവം വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിലായിരിക്കും ദൈവം വരുന്നത്, ചിലപ്പോൾ ഒരു കോടീശ്വരൻ അപ്രതീക്ഷിതമായി നമ്മുടെ ഗൃഹത്തിലേക്ക് വഴി ചോദിച്ചു വരുന്നതോ ഏതെങ്കിലും മാർഗത്തിലായിരിക്കും. അകത്ത് വന്നിരുന്ന് കാര്യം പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണമോ വേണ്ടായോ അത് അവരുടെ ഓപ്ഷനാണ്, അത് അവർ തിരഞ്ഞെടുത്തോളൂ. വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ നമ്മൾ ആ ഒരു ചോദ്യം ചോദിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിലുപരി നമ്മൾ അത് ചോദിച്ചേ മതിയാവും എന്നൊരു വാസ്തവികത കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതേ സന്ധ്യാസമയത്ത് വീട് ഒരു കാരണവശാലും ഇരുട്ടായി കിടക്കുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് വരാഹി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ ഒരു നെയ്വിളക്കെങ്കിലും നിങ്ങൾ തെളിയിച്ചാൽ വളരെ ഉത്തമമാണ്. നല്ലെണ്ണ കൊണ്ടുള്ളതായാലും മതി. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് 5 തിരികൾ ഇട്ട് തെളിയിക്കുന്നതായിരിക്കും ഏറ്റവും ശോഭിക്കുന്നത്. അപ്പോൾ ഈ 5 തിരികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 5 കഷ്ടതകളെ കരിച്ചു കളയും എന്നതുകൊണ്ടാണ് 5 തിരിയിടുക എന്നതിവിടെ പറഞ്ഞത്. സന്ധ്യാസമയത്ത് ആ ഒരു ജ്വാലയിലേക്ക് നോക്കി നിങ്ങളുടെ മനമൊരുകിയുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞുപോയ വഴികളൊക്കെ തുറക്കുന്നതിന് നിങ്ങളെ സഹായിക്കുക. അപ്പോൾ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരുന്ന ആ ജീവിതത്തെ അയച്ച് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു വേളയിൽ മനസ്സിൽ വേണ്ടത് എന്താണ്? പറയൂ, നിങ്ങൾ തന്നെ പറയൂ. എന്താ വേണ്ടത്? ഉറച്ച വിശ്വാസം. എൻ്റെ അമ്മ എന്നെ കൈവിടുകയില്ല എന്ന ഒരു തോന്നൽ നിങ്ങൾ മനസ്സിലുണ്ടാക്കിയെടുക്കണം. അപ്പോൾ വരാഹി ദേവിയെ കഠിനമായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെണ്ണ പോലെ അലിയുന്ന ദേവിയാണ്. നമുക്ക് ആദ്യം തോന്നും അമ്മ എത്ര ഹാർഡായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര കല്ലിനെയും നമുക്ക് വെണ്ണയാക്കി മാറ്റാൻ പറയും എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെയാണ് അമ്മയും വെണ്ണ പോലെ അലിയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അങ്ങോട്ട് ചെയ്യൂ, നിങ്ങളുടെ കഷ്ടകാലം ഒക്കെ തീർന്നു എന്ന് തന്നെ നിങ്ങൾക്ക് പിന്നീട് എന്നോട് കമൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വരാഹി ഉപാസന തുടങ്ങുന്നവർക്ക് നവഗ്രഹ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ പരിഹാരം കാണേണ്ടതും അത്യാവശ്യമാണ്. നവഗ്രഹ പൂജകൾ നടക്കുമ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒക്കെ ചേർക്കാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത പൂജകളൊക്കെ ചെയ്യുക. നിങ്ങളുടെ പേരും നക്ഷത്രവും ഒരു ഗണപതി ഹോമം ഒക്കെ നടത്താനും കുടുംബക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ നടത്തുവാനും ഒക്കെ നിങ്ങളൊന്ന് ശ്രമിക്കുക. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും സർവ്വ ഐശ്വര്യവും നേട്ടങ്ങളും ഉണ്ടാകട്ടെ. അമ്മയെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ ജീവിതവും അല്ലലില്ലാതെ മുന്നോട്ട് പോകണം. ഒരുപാട് കോടീശ്വരനാകണം
എല്ലാവരും എന്നല്ല, എന്നാലും നമ്മുടെ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് മാറണം. ഒരു നേരമെങ്കിലും സന്തോഷം, ഒരു നേരം എന്നല്ല, നമ്മുടെ ജീവിതം സന്തോഷത്താൽ നിറയണം. അന്നം മുട്ടരുത്, വസ്ത്രം മുട്ടരുത്, ധനം മുട്ടരുത്, സന്തോഷം മുട്ടരുത്, സമാധാനം മുട്ടരുത്. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കോടികൾ വേണമെന്നല്ല, നമുക്കൊരു സന്തോഷം, അല്ലലില്ലാത്ത ജീവിതം, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് അനുസരിച്ച് അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് വാരിക്കോരിത്തരും. അതാണ് അമ്മ മഹാമായ. അമ്മയുടെ കയ്യിലാണ് ധനമുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അമ്മ, നമ്മൾ കുഞ്ഞുമക്കളുണ്ടല്ലോ, മിഠായി വേണമെന്ന് പറഞ്ഞ് കരയും. നമ്മൾ വാശി പിടിച്ച് കരയുന്നതനുസരിച്ച് ആദ്യം മിഠായി തരില്ല എന്നൊക്കെ അമ്മ പറയുമെങ്കിലും പിന്നീട് ഒത്തിരി കാണുമ്പോൾ നമ്മുടെ സ്നേഹം അമ്മയിലേക്ക് ചെല്ലുകയും അമ്മയുടെ സ്നേഹം നമ്മളിലേക്ക് വരികയും ചെയ്യുമ്പോൾ അമ്മയുടെ മനസ്സലിയും. അങ്ങനെയല്ലേ? അമ്മ അലമാരയിൽ പോയി ഒരു മിഠായി എടുത്തുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് തരും. പിന്നെയും നമ്മൾ ഒത്തിരി നേരം ചോദിക്കുമ്പോൾ പിന്നെയും തരുന്നു. പറഞ്ഞതുപോലെയാണ് നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ശ്രമിക്കുക, നല്ല കാര്യങ്ങൾ പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയിലേക്ക് എത്തിച്ചേരുക, അമ്മയോട് പ്രാർത്ഥിക്കുക. ഞാൻ നല്ല വഴി തന്നെയാണ് നടക്കുന്നത്, അപ്പോൾ എനിക്ക് ഇതിനെയും അതിനുള്ള പ്രചോദനം അമ്മ തരണം. അത് ധനമായിട്ടായാലും സ്നേഹമായിട്ടായാലും അമ്മ തന്നുകൊണ്ടേയിരിക്കണം എന്ന് പ്രാർത്ഥിച്ച ഉറച്ച പാതാര ബന്ധങ്ങളിൽ നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന് ജീവിതത്തിൽ അല്ലലെന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവുകയില്ല. ഇത് അടിവരയിട്ട് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഏവർക്കും ജീവിതത്തിൽ മംഗളം ഉണ്ടാകട്ടെ. നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് അറിവുകൾ പകർന്നു തരാൻ ഈ വേൽമുരുകൻ ആസ്ട്രോളജിയും കൂടെ ഉണ്ടായിരിക്കും. നന്ദി.